പാളികൾ സ്വർണം പൂശാൻ കൊണ്ടുപോയത് തട്ടിപ്പിന് വേണ്ടിയെന്ന് ശില്പിയായ മഹേഷ് പണിക്കർ പറയുന്നു. ചെമ്പ് പാളിയിൽ സ്വർണം പൂശുന്നത് ശബരിമലയിൽ വെച്ച് 20 മിനിറ്റ് കൊണ്ട് ചെയ്തു തീർക്കാൻ കഴിയും. 45 ദിവസത്തോളം പാളികൾ കൈവശം വെച്ചത് ദുരൂഹമാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വർണ്ണപ്പാളികൾ വിശ്വാസ തട്ടിപ്പിനായി ഉപയോഗിച്ചിരിക്കാമെന്നും ശബരിമലയിൽ അയ്യപ്പ വിഗ്രഹം നിർമ്മിച്ച തട്ടാരത്ത് കുടുംബാംഗം കൂടിയായ മഹേഷ് പണിക്കർ പറഞ്ഞു. വാക്കുകളിലേക്ക്. അപ്പോൾ ഇത് മാത്രം തുടർച്ചയായിട്ട് ഇങ്ങനെ കേടാകുന്നത് കൊണ്ട് നമുക്ക് തീർച്ചയായിട്ടും സംശയിക്കാം ഇതിൻ്റെ പുറകിൽ ആരെങ്കിലും അത് കൊണ്ടുപോകാൻ വേണ്ടി കേടാക്കിയിട്ടുള്ളതാണ്, തട്ടിയെടുക്കാൻ വേണ്ടി. ഈ ലോഹഭാഗത്തിന് ശബരിമലയുടെ ആരാധനാ രീതികളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വളരെയധികം വിശ്വാസപരമായിട്ട് ആചാരപരമായിട്ട് ഒക്കെ അതിന് വളരെ ബന്ധമുണ്ട്. അപ്പം ആ ചൈതന്യത്തെ നശിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്ന ചില ഗൂഢശ്രമങ്ങൾ ഇതിൻ്റെ പുറകിലുണ്ട്. അതിനുവേണ്ടി അവർ തീർച്ചയായിട്ടും ഇതിനെ കേടാക്കിയിട്ട് കൊണ്ടുപോകണമെങ്കിൽ ചുമ്മാ കൊണ്ടുപോകാൻ പറ്റത്തില്ല. അവിടുന്ന് ഒരു കാര്യം ഇളക്കണമെങ്കിൽ അതിനൊരു കംപ്ലയിൻറ്റ് പറഞ്ഞമല്ലോ. ആ കംപ്ലയിൻറ്റ് വന്നു എന്നവർ ആരോപിച്ചിട്ട് അല്ലെങ്കിൽ കംപ്ലയിൻറ്റ് വരുത്തിയിട്ട് അതിൽ അങ്ങനെ കാണിച്ചിട്ട് അങ്ങനെ വന്നതാകാനാണ് സാധ്യത. ശ്രീരാജ് ബാബു ചേരുന്ന കൂടുതൽ വിവരങ്ങളുമായി പത്തനംതിട്ടയിൽ നിന്ന്. ശ്രീരാജ്, ഓരോ മണിക്കൂറിലും ഓരോരോ പുതിയ വിവരങ്ങളാണ് ഈ സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ട് തന്നെയാണോ മഹേഷ് പണിക്കരുടെയും പ്രതികരണം? സേതു, തീർച്ചയായും അങ്ങനെ തന്നെയാണ്. ഈ മഹേഷ് പണിക്കർ ഈ ശബരിമലയിൽ അയ്യപ്പ വിഗ്രഹം നിർമ്മിച്ച തട്ടാരത്ത് കുടുംബാംഗമാണ്. ഇതിനെപ്പറ്റിയെല്ലാം ആധികാരികമായി പറയാൻ കഴിയുന്ന ഒരാൾ കൂടിയാണ്. വർഷങ്ങളായി ഇത്തരത്തിൽ ക്ഷേത്രങ്ങളിലേക്ക് ശില്പങ്ങളും വിഗ്രഹങ്ങളും എല്ലാം നിർമ്മിക്കുന്ന ആൾ കൂടിയാണ്. അദ്ദേഹം പറയുന്നത് ഈ ക്ഷേത്രത്തിൽ നിന്നും, ശബരിമല ക്ഷേത്രത്തിൽ നിന്നും ഇത് കൊണ്ടുപോയത് അത് ആസൂത്രണം ചെയ്ത് കൊണ്ടുപോയതാണ്, മനഃപൂർവ്വം കേടുവരുത്തിയ ശേഷം കൊണ്ടുപോയതാണ് എന്ന് സംശയിക്കുന്നുവെന്നാണ് ഇദ്ദേഹം പറയുന്നത്. അദ്ദേഹം അങ്ങനെ പറയാനുള്ള കാരണം കേവലം 20 മിനിറ്റ് കൊണ്ട് മാത്രം ചെയ്തു തീർക്കാവുന്ന ഒരു പ്രവൃത്തിയാണ്. ഇതിനുവേണ്ടി ക്ഷേത്രത്തിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുപോയി എന്നത് ഒരു തെറ്റ്. അത് നേരത്തെ തന്നെ എല്ലാവരും ചൂണ്ടിക്കാണിക്കുന്നത് തന്നെയാണ്. പക്ഷേ ഇത്തരത്തിൽ ക്ഷേത്രത്തിനുള്ളിൽ വെച്ച് ചെയ്യാവുന്ന ഒരു പ്രവൃത്തി അത് പുറത്തേക്ക് കൊണ്ടുപോകുന്നു. അതിൽ വലിയ പ്രത്യാരോപണങ്ങൾ ഉണ്ടാകുന്നു. ഈ ഘട്ടത്തിലാണ് ഇത്തരത്തിൽ മഹേഷ് പണിക്കരും ഒരു ആരോപണം ഉന്നയിക്കുന്നത്. അദ്ദേഹം പറയുന്നത് ഇത് പുറത്തേക്ക് കൊണ്ടുപോയത് അത് മനഃപൂർവ്വം കേടുവരുത്തിയ ശേഷമാണ് പുറത്തേക്ക് കൊണ്ടുപോയത് എന്നാണ്. അങ്ങനെ പുറത്തേക്ക് കൊണ്ടുപോകുന്നതിനൊരു സാഹചര്യം ഒരുക്കാൻ വേണ്ടി മനഃപൂർവ്വം അതിൽ കേടുപാടുകൾ വരുത്തിയെന്നതടക്കം അദ്ദേഹം പറയുന്നു. മുൻപ് ഈ കൊടിമരത്തിൽ രസമൊഴിച്ചതടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്. അത്തരത്തിൽ ഈ സ്വർണം കറക്കുന്നതിന് വേണ്ടിയിട്ടടക്കം പല കാര്യങ്ങളും അവിടെ ചെയ്തിട്ടുണ്ടാകാം. അങ്ങനെ ചെയ്തതിന് ശേഷം ഇത് പുറത്തേക്ക് കൊണ്ടുപോവുകയും ഇത് മറ്റു കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ട് ഭക്തി വിറ്റുകൊണ്ടൊരു കാശും സമ്പാദിക്കുക എന്ന തരത്തിലേക്ക് ഉള്ള കാര്യങ്ങളാണ് നടന്നിരിക്കുന്നത് എന്നാണ് അദ്ദേഹം ആരോപിക്കുന്നത്. ഇതിൽ നിന്നും കാര്യമായ സ്വർണം വേർതിരിച്ചെടുത്ത് കാര്യമായ ലാഭം ഉണ്ടാക്കാനൊന്നും കഴിയില്ല എങ്കിൽ പോലും ഭക്തിയെ ചൂഷണം ചെയ്തുകൊണ്ട് മറ്റ് പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടും ഉപയോഗിച്ചിരിക്കാം എന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഇദ്ദേഹം വർഷങ്ങളായി ഇത്തരത്തിൽ ക്ഷേത്രങ്ങളിലേക്ക് വിഗ്രഹങ്ങളും ശില്പങ്ങളും അടക്കം നിർമ്മിക്കുന്ന ആളാണ്. ഇത്തരത്തിലുള്ള നിർമ്മാണ പ്രവൃത്തികളെ പറ്റിയെല്ലാം ആധികാരികമായി സംസാരിക്കാൻ കഴിയുന്ന ആളാണ്. അദ്ദേഹം പറയുന്നത് ഇത്തരത്തിൽ ഈ ഗോൾഡ് പ്ലേറ്റിംഗ് നടക്കുമ്പോഴടക്കം അതിൽ ഭാരം കുറയാനുള്ള സാധ്യതയില്ല, ഭാരം കൂടാനുള്ള സാധ്യത മാത്രമേ ഉള്ളൂ. പിന്നീട് എങ്ങനെയാണ് ഇത്തരത്തിൽ ഭാരം കുറഞ്ഞത് എന്നതിലടക്കം സംശയങ്ങളുണ്ട് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഏതായാലും ഇദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. ഇത്തരത്തിൽ ആസൂത്രിതമായി കേടുപാട് വരുത്തിയ ശേഷമാണ് ഇത് ചെമ്പുപാളിയോ സ്വർണ്ണപ്പാളിയോ എന്തു തന്നെയായിരുന്നാലും അത് പുറത്തേക്ക് കൊണ്ടുപോയത് എന്നാണ് നിലവിൽ മഹേഷ് പണിക്കർ പറയുന്നത്. സ്വർണം പൂശിയിട്ടുണ്ടായിരുന്നു എന്നും അദ്ദേഹം ആധികാരികമായി പറയുന്നു. സേതു. ഓക്കെ ശ്രീരാജ്, ശരി. ശ്രീരാജ് ബാബുവാണ് പത്തനംതിട്ടയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. നമ്മൾ ഈ സംസാരിക്കുന്നത് പോലെ ശബരിമലയിലെ സ്വർണ്ണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ട് ഓരോരോ പുതിയ വിവരങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. നോക്കൂ, പൊന്നിൻ തേവരെ ചെമ്പാക്കുന്ന പോറ്റിമാർ. ഇന്ന് ഈ ദിവസം ഇതുവരെ മാത്രം വന്ന വാർത്തകൾ നോക്കിയാൽ ഇതുമായി ബന്ധപ്പെട്ട് ശബരിമല ശ്രീകോവിലിന്റെ പേരിലും ഉണ്ണികൃഷ്ണൻ പോറ്റി തട്ടിപ്പ് നടത്തി. ശ്രീകോവിലിൽ കവാടം എന്ന പേരിൽ 2019 ചെന്നൈയിൽ പൂജ സംഘടിപ്പിച്ചു. ഈ പൂജയിൽ നടൻ ജയറാമും ഗായകൻ വീരമണിയും അടക്കം പ്രമുഖർ പങ്കെടുത്തു. ന്യൂസ് മലയാളത്തോട് ഇതിനെക്കുറിച്ച് നടൻ ജയറാം പ്രതികരിക്കുകയും ചെയ്തു. നമുക്ക് ആ ചെലിയബൈറ്റ് കേൾക്കാം. പൂജ നടക്കുമ്പോ എന്റെ വീടല്ല, അത് ആ ഫാക്ടറി, അവരുടെ അമ്പത്തൂരിലുള്ള ഇത് ഉണ്ടാക്കിയ ഫാക്ടറി ഉണ്ട്. അവിടെ നിന്ന് അത് എടുക്കുന്നതിന് മുമ്പ് ഒരു പൂജ. അപ്പൊ എന്നെയും വീരമണി രാജീവിനൊക്കെ വിളിച്ചു. അദ്ദേഹം ഇരിപ്പുണ്ട് അവിടെ. അദ്ദേഹം കുറെ പാട്ടുകൾ പാടി. അത് ആ കമ്പനിയിൽ നിന്ന് അത് എടുക്കുന്നതിന് മുമ്പ് അവിടെ കമ്പനിയുടെ വാടകയാണത്. പരിചയമില്ല, പുള്ളി എന്നെ മകരവളത്തിനൊക്കെ അവിടെ വെച്ച് കാണാറുണ്ട്.
അങ്ങനെ അടുത്ത ബന്ധമൊന്നുമില്ല. അദ്ദേഹത്തെ കാണാറുണ്ട് ശബരിമലയ്ക്ക്. അല്ലാതെ അദ്ദേഹം എല്ലാ ഫംഗ്ഷനിലും വിളിക്കും. എന്തോ സമൂഹ വിവാഹം അത് ഇത്, പിന്നെ ഒരു മേളം നടത്താമോ എന്ന് ചോദിച്ച് വിളിച്ചിരുന്നു. എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് മട്ടന്നൂരിൽ വിളിച്ച് നടത്തി ശബരിമലയില്. അങ്ങനെ ഇടയ്ക്കിടയ്ക്കിനെ ഒരു കാര്യമായിട്ട് വിളിക്കാറുണ്ട്. അത് അമ്പത്തൂരാണത്. അമ്പത്തൂര് ഇത് ഉണ്ടാക്കിയ ഇത് സ്വർണം പൂശിയ സ്ഥലമാണെന്ന് വിചാരിക്കുന്നത്. അവിടേക്കാണ് പോയത്. അവിടെ ഫ്രണ്ട് റൂമിൽ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഭംഗിയായിട്ട്. അയ്യപ്പന്റെ വിഗ്രഹമൊക്കെ വെച്ച് നല്ല ഭംഗിയായിട്ടുണ്ടായിരുന്നു. അവിടെ പോയി വീരമണി രാജുവിനെ വിളിച്ചിരുന്നു. അദ്ദേഹം ഉണ്ടായിരുന്നു. അദ്ദേഹം എടുത്ത് പാട്ട് പാടുന്നുണ്ടായിരുന്നു. കാണാം അദ്ദേഹത്തെ. ഇത് എന്ത് നമുക്കറിയോ, ശബരിമലയ്ക്ക് കൊണ്ടുപോകുന്നൊരു സാധനമല്ലേ സ്വർണം പൂശി. ആലോചിച്ചൊക്കെ ആരാണെന്ന് തൊട്ട് തൊഴാൻ ആഗ്രഹിച്ചപ്പോ അപ്പൊ അതിന്റെ ഒരു പൂജ ചെയ്യാനും കൂടി അത് ആദ്യമായിട്ട് പുറത്തിറങ്ങുന്നതിന് മുമ്പ് സന്തോഷം പോയി ചെയ്തു. ഇത് കഴിഞ്ഞൊരു 5 വർഷം കഴിയുമ്പോ അവിടെ എന്തെങ്കിലും സംഭവിച്ചെന്നുള്ളത് നമുക്കറിയില്ലല്ലോ. ശരി, ശബരിമലയിലേക്ക് കൊണ്ടുപോകുന്ന കവാടം എന്ന് പറഞ്ഞുകൊണ്ടാണ് പൂജയ്ക്ക് പോയതെന്നാണ് ജയറാം ഇപ്പോൾ പറഞ്ഞത്. പൂജ നടന്നത് സ്വർണം പൂശിയ അമ്പത്തൂരിലെ ഫാക്ടറിയിലാണ്. അതേപോലെ ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെ സ്ഥിരമായി ബന്ധപ്പെട്ടിരുന്നു എന്നും ജയറാം ന്യൂസ് മലയാളത്തോട് പറയുകയാണ്. ഇനി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അടുത്ത ഇടപെടൽ പോലീസ് വാഹനത്തിന് ഇടനില നിന്നുകൊണ്ടാണ്. ഭീമ ജ്വല്ലറിൽ നിന്നാണ് ഓഫ് റോഡ് ഖുർഗ ജീപ്പ് വാങ്ങി നൽകിയത്. DGP റവാഡ ചന്ദ്രശേഖർ സന്നിഹിതനായിരുന്നു ഈ ചടങ്ങിൽ. ഉണ്ണികൃഷ്ണൻ പോറ്റി താക്കോൽ കൈമാറിയതാകട്ടെ മുഖ്യമന്ത്രിക്ക്. ശബരിമലയിൽ ആചാര ലംഘനം നടത്തിയും ഉണ്ണികൃഷ്ണൻ പോറ്റി പണപ്പിരിവ് നടത്തി. നെയ്യഭിഷേകത്തിന്റെ പേരിൽ ഭക്തരിൽ നിന്നും ദശലക്ഷങ്ങളാണ് പിരിച്ചത്. 2021 മുതൽ 2023 വരെ സന്നിധാനത്തേക്ക് എത്തിച്ചത് 10,000-ഓളം നെയ്ത്തേങ്ങകളാണ്. ആചാരപ്രകാരം നെയ്ത്തേങ്ങ എത്തിക്കേണ്ടത് ഇരുമുടിക്കെട്ടുകളിലാണെന്നിരിക്കെയാണ് ഈ ആചാര ലംഘനം പോലും അവിടെ നടന്നത്. ഇത്രയും വിഷയങ്ങൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചുറ്റിപ്പറ്റി നിൽക്കവേ പ്രേക്ഷകരിലേക്ക് ഇന്ന് ന്യൂസ് മലയാളം എത്തിച്ച വലിയ വാർത്ത അത് ശ്രീകോവിൽ കവാടവുമായി ബന്ധപ്പെട്ടുള്ളതായിരുന്നു. അതായത് ശബരിമല സന്നിധാനത്ത് നിലവിലുള്ളത് അത് ഉണ്ണികൃഷ്ണൻ പോറ്റി നിർമ്മിച്ച ശ്രീകോവിൽ കവാടമാണ്. 1998 വിജയ് മല്യ സ്വർണം പൂശിയ കവാടത്തിന്റെ അടിഭാഗത്ത് ഒരു വിടവ് കണ്ടെത്തിയതോടെയാണ് പുതിയ കവാടം നിർമ്മിച്ചു നൽകാമെന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി വാഗ്ദാനം ചെയ്തത്. സന്നിധാനത്ത് നിലവിലുള്ളത് ജയറാം അടക്കം പൂജിച്ച ശ്രീകോവിൽ കവാടമാണ്. വിജയ് മല്യ നൽകിയ കവാടം ഇപ്പോൾ ദേവസ്വത്തിന്റെ സ്ട്രോങ് റൂമിലാണുള്ളത്. ഉണ്ണികൃഷ്ണൻ പോറ്റി നിർമ്മിച്ച കവാടത്തിൽ ജയറാം അടക്കം പൂജ ചെയ്യുന്ന ദൃശ്യങ്ങളും നേരത്തെ പുറത്തു വന്നതുമാണ്. നോക്കൂ, ഒരു ദിവസം തന്നെ എന്തുമാത്രം വിവരങ്ങളാണ് ഈ സ്വർണ്ണപ്പാൾ വിവാദവുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിരിക്കുന്നത് എന്നുള്ളതാണ്. ശരിക്കും എന്താണ് ദ്വാരപാലക ശില്പങ്ങൾക്ക് സ്വർണം പൂശുക എന്ന പേരിൽ ശബരിമലയിൽ സംഭവിച്ചത് എന്നതിലാണ് നമ്മൾ ഇനി എത്തിച്ചേരേണ്ടത്. നമുക്ക് കുറച്ച് ഡേറ്റകൾ കൂടി പരിശോധിക്കാം. ഡേറ്റകൾ തുടങ്ങുമ്പോൾ ആദ്യം തന്നെ നമ്മൾ അറിയേണ്ടത് ശബരിമല ദ്വാരപാലക ശില്പങ്ങളുടെ പേരിൽ സംഭവിച്ചത് നമ്മൾ സസൂക്ഷ്മം പഠിക്കേണ്ട കാര്യങ്ങളാണ്. ആരാണ് ദ്വാരപാലകർ? അതിൽ നിന്നും തുടങ്ങാം. നമുക്ക് ആദ്യത്തെ ഡേറ്റ ആരാണ് ദ്വാരപാലകർ എന്ന് ചോദിച്ചാൽ ക്ഷേത്രങ്ങളുടെ കാവൽക്കാരാണ് ദ്വാരപാലകർ. ശബരിമലയിൽ ഇവർ അയ്യപ്പന്റെ ഭൂതഗണങ്ങളായാണ് അറിയപ്പെടുന്നത്. ചെമ്പ് പാളികളിൽ പൊതിഞ്ഞാണ് ദ്വാരപാലകരെ സൂക്ഷിച്ചിരുന്നത്. 1998 ഇത് സ്വർണം പൂശാൻ തീരുമാനിക്കുന്നത്. ദേവസ്വം കമ്മീഷണർ ഇതിനായി കത്ത് നൽകുകയായിരുന്നു. ഈ കത്തിന്റെ അടിസ്ഥാനത്തിൽ ദേവസ്വം സെക്രട്ടറി സ്വർണം പൂശാൻ അനുമതിയും നൽകി. അതിനുശേഷം ഈ പാളികളിലാണ് 2019 വീണ്ടും സ്വർണം പൂശാനായി തീരുമാനിക്കുന്നത്. അതിനായി അഴിച്ചുകൊണ്ടുപോയത് സ്പോൺസറായ ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ്. അങ്ങനെ കൊണ്ടുപോകുമ്പോൾ രേഖകളിൽ എഴുതി വച്ചത് ചെമ്പ് പാളികൾ എന്നാണ്. ചെമ്പ് പാളികളായിരുന്നവയിൽ 1999 സ്വർണം പൂശുന്നുണ്ട്. അപ്പം സ്വർണം പൂശി കഴിഞ്ഞവ സ്വർണം പൂശിയ പാളികളാണ്. അതിന് പകരം ചെമ്പ് പാളികൾ എന്ന് തന്നെയാണ് അവിടെ എഴുതി വച്ചിരിക്കുന്നത്. 2 തവണ സ്വർണം പൂശിയത് എന്തിന് എന്ന ചോദ്യം ഒഴിവാക്കാൻ നടത്തിയ തട്ടിപ്പ്. ഇതിൽ നിന്നും ഒരു കാര്യം കൂടി വ്യക്തമാണ്. സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റി മാത്രമല്ല സംശയനിഴലിലായത്. ദേവസ്വത്തിലെ ഉയർന്ന ഉദ്യോഗസ്ഥരും ഇതിൽ ഒരു പക്ഷേ കൂട്ടുപ്രതികളാണ് എന്നൊരു അനുമാനത്തിലേക്ക് എത്താം. അങ്ങനെ അല്ലെങ്കിൽ 2019 ഈ പാളികൾ അഴിച്ചെടുക്കുമ്പോൾ അത് ചെമ്പ് പാളികൾ എന്ന രേഖയുണ്ടാകില്ല. ഇതിൽ പ്രധാനപ്പെട്ട ചോദ്യം തന്നെ 2019 നടന്ന കാര്യങ്ങൾ എന്താണ് എന്നുള്ളതാണ്. അതിലാണ് ഇനി ഒരു വ്യക്തത വേണ്ടതും. 2021 ദ്വാരപാലക ശില്പങ്ങളെ സ്വർണ്ണപ്പണികൾക്കിടയിൽ സ്വർണ്ണപ്പാളികളിൽ വിള്ളലുകളും കീറലുകളും ഒക്കെ ദൃശ്യമാകുന്നുണ്ട്. അതിന്റെ നിറം മങ്ങുന്നുണ്ടായിരുന്നു. 2019 ഇവ സ്വർണം പൂശിക്കൊണ്ടുവന്ന് 2 വർഷം തികഞ്ഞപ്പോൾ തന്നെ സംഭവിച്ചതാണ് ഈ ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളികൾക്കുള്ളിലെ വിള്ളലുകളും കീറലുകളും ഒക്കെ. ഇപ്പോൾ സാധാരണ ക്ഷേത്രങ്ങളിലെ ശില്പങ്ങൾക്കും അതേപോലെ കവചങ്ങൾക്കൊക്കെ കേടുപാടുകളോ ഉണ്ടായാൽ അതിനെ ഒരു അശുഭ ലക്ഷണം, അങ്ങനെയാണ് താന്ത്രിക സങ്കല്പം. ചൈതന്യം നഷ്ടപ്പെടാതിരിക്കാനാണ് ഇവ അറ്റകുറ്റപ്പണി നടത്താൻ
തീരുമാനിക്കുന്നത്. അങ്ങനെ സ്പെഷ്യൽ കമ്മീഷണറെ പോലും അറിയിക്കാതെയാണ് ഇവ അറ്റകുറ്റപ്പണിക്ക് വേണ്ടി കൊണ്ടുപോകുന്നത്. അങ്ങനെ കൊണ്ടുപോകാൻ അഴിച്ചെടുക്കുമ്പോൾ ചെമ്പ് പാളികളുടെ ഭാരം എത്രയായിരുന്നു? 2019 ചെമ്പ് പാളികളുടെ ഭാരം എന്ന് പറയുന്നത് 25 കിലോ 400 ഗ്രാം ആയിരുന്നു ഇതിന്റെ ഭാരം. അങ്ങനെ ആകെ ഭാരം പീഠങ്ങളുടെ ഭാരം 17 കിലോഗ്രാം 40 ഗ്രാമോ ആയിരുന്നു, കിലോ 400 ഗ്രാമോ ആയിരുന്നു. അങ്ങനെ ആകെ ഭാരം ഇതിൻ്റെത് 42 കിലോ 800 ഗ്രാം ആയിരുന്നു. ഇവ അറ്റകുറ്റപ്പണിക്കായി ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് എത്തിച്ച് തൂക്കി നോക്കുമ്പോൾ അപ്പോഴത്തെ ഭാരം 38 കിലോ 258 ഗ്രാം ആണ്. അപ്പോൾ ഇതിലുണ്ടായ കുറവ് 541 ഗ്രാമിൻ്റെതാണ് കുറവ് സംഭവിച്ചത്. 2 ദ്വാരപാലക പീഠങ്ങൾ കൂടി നിർമ്മിച്ചിരുന്നുവെന്നും അവ ഇപ്പോൾ കാണാനില്ല എന്നുമായിരുന്നു സ്പോൺസറായ ഉണ്ണികൃഷ്ണൻ പോറ്റി വെളിപ്പെടുത്തിയത്. ശബരിമലയിലെ അയ്യപ്പ സംഗമം നടക്കുന്നതിന് 5 ദിവസം മുൻപായിരുന്നു ഈ വെളിപ്പെടുത്തൽ വന്നത്. ഇപ്പോൾ ഇതോടെയാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെയും ദേവസ്വം മന്ത്രിയെയും ഒക്കെ കള്ളന്മാർ എന്ന് പ്രതിപക്ഷം വിളിച്ചത്. ശബരിമലയിലെ സ്വർണം അടിച്ചു മാറ്റിയവരാണ് അയ്യപ്പ സംഗമം നടത്തുന്നത് എന്ന് പ്രതിപക്ഷ നേതാവ് തന്നെ പറഞ്ഞു. ആ പീഠങ്ങൾക്കായി ദേവസ്വത്തിന്റെ സ്ട്രോങ് റൂമുകളെല്ലാം പരിശോധിച്ചു, ഒരിടത്തു നിന്നും കിട്ടിയില്ല. അപ്പോഴാണ് ഇതുമായി ബന്ധപ്പെട്ട മറ്റു ചില വിവരങ്ങൾ കൂടി പുറത്തു വന്നത്. ഇതിൽ പ്രധാനമായും ഉയരുന്ന ചോദ്യം, ശബരിമല പോലെ ഇത്രയും അതീവ സുരക്ഷതയുള്ള ഒരു ഇടത്ത് എങ്ങനെയാണ് ഇത്ര വലിയൊരു വീഴ്ച സംഭവിക്കുന്നത് എന്നുള്ളതാണ്. ഹൈക്കോടതി നേരിട്ടിടപെട്ട് കാര്യങ്ങൾ തീരുമാനിക്കുമ്പോൾ പോലും അതിനെ മറികടക്കാൻ പല വഴികളുമുണ്ട് എന്നാണ് ഇത് വ്യക്തമാകുന്നത്. തേവരുടെ ആനയെ കൊണ്ട് കാട്ടിലെ തടി മോഷ്ടിക്കുന്നവരുടെ പാരമ്പര്യം അവസാനിക്കില്ല എന്നുള്ളതാണ് ഇതിൽ നമുക്ക് മനസ്സിലായിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യം. നമുക്കിനി ഈ വാർത്തയുടെ ഇതിന്റെ കൂടുതൽ വിശകലനങ്ങളിലേക്ക് പോയാൽ VS അനു ആണ് നമുക്കൊപ്പം ചേർന്നത്. VS അനു തന്നെ ഇന്ന് മാത്രം പുറത്തുവിട്ട വാർത്തകൾ എത്രയാണ് എന്നുള്ളതാണ്, എത്ര വിവരങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് പുറത്തുവിട്ടത് എന്നുള്ളതാണ്. ഇതിൽ ദുരൂഹ ഇടപാടുകളാണ് പകുതിയിലേറെയും. ഇതിൽ നിലവിലെല്ലാം ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നൊരാളിന്മേൽ വെച്ച് കൈയൊഴിയാൻ, ഇതിനെല്ലാത്തിനും കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നൊരാളാണ്. അയാൾക്ക് മേൽ വെച്ച് കൈയൊഴിയുകയാണോ ദേവസ്വം വകുപ്പും മന്ത്രിയും ഒക്കെ? 2019 ചെമ്പുപാളി ഉത്തരവ് മുതൽ ഇക്കഴിഞ്ഞ സെപ്റ്റംബറിൽ അതേ ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ തന്നെ കൊടുത്തു വിട്ടത് വരെയുള്ള ചോദ്യങ്ങളും ദുരൂഹതകളും ഒക്കെ നിരവധിയാണ്. ഒരാൾ ഈ സ്വർണം പൂശിയ പാളിയിൽ വേറൊരാൾക്ക് സ്വർണം പൂശാൻ അനുവാദമില്ല എന്നൊക്കെ ഇരിക്കെ സർവത്ര ദുരൂഹതകളാണ്. എല്ലാം പോറ്റി ഒറ്റയ്ക്കാണോ? അങ്ങനെയാണോ മനസ്സിലാക്കേണ്ടത് VS അനു? സേതുലക്ഷ്മി, ഏതായിരുന്നാലും ഇതിൽ വളരെ ഗുരുതരമായ ഒരു എനിക്ക് ഏറെ സംശയം ഉണ്ടാക്കുന്നൊരു കാര്യം, ഈ ശബരിമലയിൽ 1998 അതായത് വിജയ് മല്യ ഈ സ്വർണ്ണ പൊതിയുന്നതിന് തൊട്ട് മുമ്പ് വരെ ശബരിമലയിൽ മേൽക്കൂരയിൽ മാത്രമാണ് ചെമ്പ് ഉണ്ടായിരുന്നത്. അത് ഏറ്റവും ശ്രദ്ധിക്കേണ്ടതാണ്. ശബരിമലയിൽ 98 മുമ്പ്, സെപ്റ്റംബർ 4 മുമ്പ് ഉണ്ടായിരുന്നത് ശബരിമല മേൽക്കൂരയിൽ അതിൻ്റെ 4 കുംഭങ്ങളിലും മാത്രമാണ് ചെമ്പ് പാളി ഉണ്ടായിരുന്നത്. പുറത്ത് അതിൻ്റെ മുൻവാതിൽ, അതുകൂടാതെ അതിൻ്റെ ചുറ്റും വരുന്ന മറ്റ് 3 വാതിലുകൾ, അതുകൂടാതെ ദ്വാരപാലകർ, ഇവരെല്ലാം തന്നെ ഈ ചെമ്പോ സ്വർണമോ പൂശാത്തൊരു സാഹചര്യത്തിലാണ് അവർ ഉണ്ടായിരുന്നത്. അതായത് ഈ കരിങ്കൽ, ഈ കറുത്ത നിറത്തിലുള്ള ദ്വാരപാലകരും ഈ ചുമരുമൊക്കെയാണ് ഉണ്ടായിരുന്നത്. ഈ 98 ഈ പറയുന്ന വിജയ് മല്യ ഇത് സ്വർണം പൊതിക്കുന്നത്. ഞാൻ വീണ്ടും പറയുന്നു, സ്വർണം പൂശുന്നതല്ല, അത് പൊതിയുന്നതാണ്. അത് എങ്ങനെയാണ് പൊതിയുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെയാണ് ഏറ്റവും വലിയ ഇതിൻ്റെ ഒരു ഈ പറയുന്ന ശാസ്ത്രീയമായ ഇതിൻ്റെ ചില കാര്യങ്ങൾ. അതായത് ഈ പറയുന്ന ഈ വസ്തുക്കളിൽ സ്വർണം പൊതിയുന്നതിന് അതിന് ഒരു ഈ പറയുന്ന 1934 മാനുവൽ പ്രകാരം തന്നെ ഈ പറയുന്ന മെർക്കുറിയം ഗ്ലാഡിംഗ് വേണം നടത്താൻ. അതായത് ഇപ്പോൾ നമ്മൾ ഈ ഒരു പ്രതലത്തിലാണ് സ്വർണം പതിക്കേണ്ടതെങ്കിൽ അല്ലെങ്കിൽ പൊതിയേണ്ടതെങ്കിൽ ആ പ്രതലത്തിൽ ആദ്യം ചെമ്പിൻ്റെ ഒരു ആവരണം ഉണ്ടാക്കും. അതിനുശേഷം ആ ചെമ്പ് ആവരണത്തിലാണ് മെർക്കുറി ഗ്ലാഡിംഗ് വഴി സ്വർണത്തിൻ്റെ പാളികൾ, ഈ പറയുന്ന സ്വർണ്ണ ഫോയിലുകൾ പൊതിഞ്ഞ് ഇതിനെ സ്വർണം പതിപ്പിക്കുന്നത്. ഇതാണ് ഇതിൻ്റെ ഒരു പ്രോസസ്സ്. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം, ഒരു തവണ ചെമ്പിൽ മെർക്കുറി ഗ്ലാഡിംഗ് നടത്തിക്കഴിഞ്ഞാൽ പിന്നീട് ഇതിൽ യാതൊരു തരത്തിലും നമുക്ക് ഇപ്പോൾ ഇവർ പറയുന്ന ഇലക്ട്രിക് പ്ലേറ്റിംഗ് നടത്താൻ വേണ്ടി കഴിയില്ല. അവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. 98 ദ്വാരപാലകരെ ചെമ്പ് പൂശിയെങ്കിൽ പിന്നീട് അതിലെങ്ങനെയാണ് ഇലക്ട്രിക് പ്ലേറ്റ് നടത്താൻ വേണ്ടി കഴിയുക? കാരണം അന്ന് ഈ 98 മെർക്കുറി ക്ലാഡിംഗ് ആണ് നടത്തിയിട്ടുള്ളത്. അതിൽ അതാണ് നേരത്തെ ഈ പറയുന്ന ഈ സ്മാർട്ട് ക്രിയേഷൻസ് അടക്കം പറയുന്നത്, ഒരു തവണ ചെയ്തതിൻ്റെ പുറത്ത് മറ്റത് പറ്റില്ല എന്നുള്ള കാര്യം അവിടെയുണ്ട്. മറ്റൊന്ന്, 98
ഈ പറയുന്ന ദ്വാരപാലക ശില്പങ്ങൾ അത് ചെമ്പ് പൂശിയിട്ടുണ്ടെങ്കിൽ അത് സ്വർണം പൂശിയിട്ടുണ്ടാകും. നമുക്ക് ഇന്ന് തന്ന ഏറ്റവും പ്രധാനപ്പെട്ട ബൈറ്റ് മുൻ ഇൻസ്പെക്ഷൻ ഡെപ്യൂട്ടി കമ്മീഷണറായിരുന്ന RV രാധാകൃഷ്ണനാണ്. കാരണം അത് 98 വരെ ശബരിമല ദ്വാരപാലകരുടെ നിറം കറുപ്പായിരുന്നു. അതിനുശേഷമാണ് ചെമ്പോ അല്ലെങ്കിൽ സ്വർണമോ വന്നിട്ടുള്ളത്. അവിടെ ചെമ്പാണെങ്കിൽ സ്വർണം പൂശാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെയാണെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, 2019 ദ്വാരപാലക ശില്പങ്ങൾ ചെമ്പാണ്, ചെമ്പ് പാളികളാണ്, ഇത് ചെന്നൈയിലേക്ക് കൊടുത്തു വിടുക എന്ന് പറഞ്ഞുകൊണ്ട് എങ്ങനെയാണ് അന്നത്തെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ഉത്തരവിടുക? എങ്ങനെയാണ് ചെമ്പ് പാളി ഈ പറയുന്ന ഉണ്ണികൃഷ്ണ പോറ്റിയെ ഏൽപ്പിച്ച് അറ്റകുറ്റപ്പണി നടത്തണമെന്ന് ആവശ്യപ്പെട്ട് അന്നത്തെ ഓഫീസ് സെക്രട്ടറിയായ ജയശ്രീ ഉത്തരവിറക്കുക? ഇങ്ങനെ സ്വർണം ചെമ്പായി മാറിയത് എങ്ങനെ? അവിടെയാണ് ഉണ്ണികൃഷ്ണ പോറ്റി മാത്രമല്ല, ഒരു പക്ഷേ 98 ശേഷം 2019 ഈ പറയുന്ന ഓഗസ്റ്റിന് മുമ്പ് ഒരു അട്ടിമറി നടന്നിരിക്കുന്നു. ആ അട്ടിമറി ശബരിമലയിലെ ദ്വാരപാലക സ്വർണ്ണപ്പാളികൾ ആരോ അടിച്ചു മാറ്റിയിട്ടുണ്ട്. അല്ല എങ്കിൽ ഈ പറയുന്ന 2019 ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് നൽകിയത് സ്വർണ്ണപ്പാളികളാകാം. കാരണം അതിനെ നമുക്കിപ്പോഴും നിലവിൽ ഒരു വ്യക്തത പറയാൻ, സ്ഥിരീകരണമായി പറയാൻ കഴിയാത്തത്, ഈ ഇറക്കുന്ന സമയത്ത്, അതായത് സന്നിധാനത്ത് നിന്നും ഈ പാളികൾ ഇറക്കുന്ന സമയത്ത് മഹസർ എഴുതിയിട്ടില്ല. മഹസർ എഴുതി എന്ന് ദേവസ്വത്തിലെ ഒരു വിഭാഗം ജീവനക്കാർ പറയുന്നുണ്ട്. പക്ഷേ തെളിവ് നമ്മുടെ ഫ്രണ്ടിലേക്ക് എത്താത്തത് കൊണ്ടാണ് നമ്മൾ പറയാത്തത്. പക്ഷേ മറ്റൊരു മഹസർ നമ്മൾ അന്ന് പുറത്തുവിട്ടിരുന്നു. അത് ചെന്നൈയിൽ പോയി എഴുതിയതാണ്. അതായത് സന്നിധാനത്ത് നിന്നും ഇത് ഇറക്കുമ്പോൾ, ഈ പാളി അടർത്തി മാറ്റുമ്പോൾ മഹസർ എഴുതിയിട്ടുമില്ല. ചെന്നൈയിലെ മഹസറിൽ എഴുതുമ്പോൾ അത് ചെമ്പ് പാളികളുമാണ്. അവിടെ ഒരുപക്ഷെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറിവോടുകൂടി ഒരു അട്ടിമറി നടന്നിരിക്കാം. ഏതായിരുന്നാലും ഉണ്ണികൃഷ്ണൻ പോറ്റി പറയുന്നതും അല്ലെങ്കിൽ ദേവസ്വം പറയുന്നതും ആ സമയത്ത് ചെമ്പായിരിക്കാം. ചെമ്പാണെങ്കിൽ അതിനു മുമ്പുണ്ടാണ് സ്വർണ്ണം ഇവിടെ പോയി. ഇനി ഉണ്ണികൃഷ്ണൻ പോറ്റി പറയുന്നത് ഈ കാര്യത്തിൽ മാത്രമാണ് നമുക്ക് ശരിയെന്ന് പറയാൻ കഴിയുക. മറ്റു ഉണ്ണികൃഷ്ണൻ പോറ്റി ഉത്തരം പറയേണ്ട മറ്റു ചില ചോദ്യങ്ങളുണ്ട്. ഒന്ന്, ഈ 2019 ഇയാൾ ഇവിടെ നിന്ന് ഈ പാളി, അത് സ്വർണത്തിൻ്റെയോ ചെമ്പിൻ്റെയോ ഏതിൻ്റെ പാളിയായിരുന്നാലും എടുത്ത പാളി ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിൽ എത്തിക്കാൻ 39 ദിവസത്തിൻ്റെ വൈകൽ എങ്ങനെയാണ് ഉണ്ടായത്? ഇത് എവിടെയൊക്കെയാണ് കൊണ്ടുപോയത്? ഇതിൻ്റെ പേരിൽ പണം പിരിച്ചത് എങ്ങനെയാണ്? ഇയാൾ പറയുന്നത് താൻ സ്പോൺസറായി ചെയ്തു തരാം എന്നാണല്ലോ പറഞ്ഞത്. ഇതല്ലാതെ ഇയാൾ എങ്ങനെയാണ് ഇത് പലയിടങ്ങളിലേക്ക് കൊണ്ടുപോയിട്ടുള്ളതെന്നും 35 ലക്ഷം കൊടുത്തു എന്ന് പറഞ്ഞ് എറണാകുളത്ത് നിന്ന് വന്ന ആളുകളുടെ വെളിപ്പെടുത്തലുണ്ട്. പല വിദേശ രാജ്യങ്ങളടക്കമുള്ള ധനികരായ അയ്യപ്പ ഭക്തരുടെ ഭാഗത്തു നിന്നും ഇയാൾ പിരിച്ചു എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ചോദ്യങ്ങൾ ഒരുപാടുണ്ട്. ഈ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒന്നുകിൽ ഈ 2018-നും 98-നും 2019-നും ഇടയിൽ ഈ സ്വർണം പാളി മാറ്റി, അല്ലെങ്കിൽ വിജയ് മല്യ കാണിച്ച അന്നത്തെ ശരി, പറഞ്ഞതുപോലെ ഒരുപാട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഇനിയും ലഭിക്കേണ്ടതുണ്ട്. ദുരൂഹതകൾ പലതിലും നിൽക്കുകയാണ്. ദേവസ്വം വിജിലൻസിന്റെ അന്വേഷണമൊക്കെ പുരോഗമിക്കട്ടെ. അപ്പോഴറിയാം എന്താണ് അവിടെ സംഭവിച്ചിട്ടുണ്ടാവുക. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴിയെടുപ്പൊക്കെ വരുന്ന ഘട്ടത്തിലാകും കൂടുതൽ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന കാര്യമൊക്കെ മനസ്സിലാവുകയും ചെയ്യുക. VS അനു ആണ് വിവരങ്ങൾ നൽകിയത്.